ദാരിദ്ര്യം മുതലെടുത്ത വൃക്ക മാഫിയ വീണ്ടും കേരളത്തിൽ പിടിമുറുക്കുന്നു. അടുത്തിടെ തൃശൂരിൽ നിന്നും 4 വീട്ടമ്മമാരുടെ വൃക്കയാണ് മാഫിയ തട്ടിയെടുത്തത്. തട്ടിപ്പിനിരയായതെല്ലാം നിർധനരായ കുടുംബങ്ങളിലെ സ്ത്രീകളാണ്. കടബാധ്യതയിൽപ്പെടുന്ന വീട്ടമ്മമാരുടെ നിസ്സഹായത മുതലെടുത്താണ് വൃക്ക മാഫിയ വിലസുന്നത്. തൃശൂർ കൊഴുക്കുള്ളിയിൽ നിന്നാണ് 2 വർഷത്തിനിടെ വൃക്ക മാഫിയ 4 വീട്ടമ്മമാരിൽ നിന്ന് വൃക്ക തട്ടിയെടുത്തത്. കുടുംബശ്രീ അയൽക്കൂട്ട സംഘങ്ങളിൽ നിലവിലുള്ള ലഘുവായ്പാ പദ്ധതി പ്രകാരം ലോൺ എടുക്കുന്ന വീട്ടമ്മമാരെയാണ് ഏജന്റുമാർ നോട്ടമിടുന്നത്. നിർധനരായ ഈ വീട്ടമ്മമാരെ ചൂഷണം ചെയ്യാൻ ഏജന്റുമാർക്ക് എളുപ്പമാണെന്നാണ് ഇതിന് കാരണം. സാധാരണ സ്ത്രീകൾ പരസ്പരം ജാമ്യം നിന്ന് 3-4 ഏജൻസികളിൽ നിന്ന് വായ്പ എടുക്കുകയാണ് പതിവ്. ഇങ്ങനെ എടുക്കുന്ന വായ്പകൾ കാലാവധി കഴിഞ്ഞും തിരിച്ചടയ്ക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ വൃക്ക ഏജന്റുമാരുടെ കഴുകൻ കണ്ണുകൾ ഇവർക്ക് മേൽ വീഴും. കടക്കണിയിൽ നട്ടം തിരിയുന്ന ഈ പാവങ്ങൾക്ക് സഹായഹസ്തവുമായി എത്തുന്ന ഏജന്റുമാർ ഒരുക്കുന്ന ചതികൾ ഈ സ്ത്രീകൾ തിരിച്ചറിയാറില്ല. കടം വീട്ടാനും മറ്റും അത്യാവശ്യങ്ങൾക്കുമായി 8 ലക്ഷം രൂപ നൽകാമെന്ന് പറയുമ്പോൾ മിക്കപ്പോഴും വീട്ടമ്മമാർ വീഴും. പകരം വൃക്ക നൽകണം എന്ന ഡിമാൻഡും വയ്ക്കും. വൃക്ക ശസ്ത്രക്രിയയെക്കുറിച്ചോ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചോ സാക്ഷരരല്ലാത്ത പാവങ്ങളെ വല്ലതും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഏജന്റുമാർക്ക് എളുപ്പത്തിൽ സാധിക്കുന്നു. ഇതോടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീരുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ വീട്ടമ്മമാർ ഇവരുടെ വലയിൽ വീഴും. സമ്മതം അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറെ രേഖകളിൽ ഒപ്പുവയ്ക്കും. മുൻ നിശ്ചയപ്രകാരം ആശുപത്രിയിലെത്തിച്ച് ശസ്ത്രക്രിയയിലൂടെ വൃക്ക എടുക്കും. അതിനുശേഷമാണ് പണം കൈമാറുക. ഈ വൃക്ക പിന്നെ ആർക്കാണ് നൽകുന്നതെന്നോ എന്താണോ പിന്നീട് സംഭവിക്കുന്നതെന്നോ വൃക്കദാതാക്കൾക്ക് അറിയില്ല. ഏജന്റ് വൻവിലയ്ക്ക് വൃക്ക വിൽക്കുകയും ചെയ്യും. തൃശൂരിലെ കിഡ്നി കെയർ ഫൗണ്ടേഷൻ നടത്തിയ അന്വേഷണത്തിലാണ് കൊഴുക്കുള്ളിയിലെ വീട്ടമ്മമാരെ കുറിച്ച് വിവരം ലഭിച്ചത്. 6 മാസം മുൻപ് ഒരു വീട്ടമ്മ വൃക്ക വിറ്റതായാണ് വിവരം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നും വീട്ടമ്മമാർ പറയുന്നു. നമ്മുടെ പാവപ്പെട്ട വീട്ടമ്മമാർ ഇത്തരം തട്ടിപ്പുകളിൽ പെടാതിരിക്കാനുള്ള ബോധവൽക്കരണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. കുടുംബശ്രീ അയൽക്കൂട്ട സംഘങ്ങളിൽ ഇത്തരം വെട്ടിപ്പുകളെ കുറിച്ചുള്ള പഠന ക്ലാസുകളും മറ്റും സംഘടിപ്പിക്കുന്നതും ഗുണം ചെയ്യും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.